നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഒപ്പം ഒരാൾ കൂടെ ഉണ്ടായിരുന്നു, ഒരു LED TV. നമ്മുടെ പഴയത് പെട്ടി TV ആയിരുന്നേ, കുറേ വർഷങ്ങളായിട്ടാണ്. അപ്പോൾ ഒരു 18 വർഷത്തോളമായി ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സമയത്ത് വാങ്ങിയതാണത്. അതിൻ്റെ സ്ക്രീനൊക്കെ ഏതാണ്ട് എക്സ് പോലെയായി. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ പുതിയ TV വാങ്ങിക്കാനായിട്ട് പ്ലാൻ ചെയ്ത് NVYയുടെ റിലയൻസിൻ്റെ TV ആണ് വാങ്ങിച്ചിരിക്കുന്നത്. 32 ഇഞ്ചിൻ്റെ സ്മാർട്ട് TV ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ 2-3 ദിവസമായി വാഷിംഗ് മെഷീൻ്റെ ഒപ്പം തന്നെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് അവർ വന്ന് ഫിറ്റ് ചെയ്യുമെന്ന് കരുതി ആദ്യം ഫിറ്റ് ചെയ്യാതിരുന്ന്, പിന്നെ അവർ വിളിയൊന്നും ഇല്ലാണ്ടായപ്പോഴേക്കും ഞാൻ ജൂഡ്സനെ നിർബന്ധിച്ച് ജൂഡ്സനെ കൊണ്ട് തന്നെ ഫിറ്റ് ചെയ്യിപ്പിക്കണം കേട്ടോ. അപ്പോൾ പഴയ TV ഇരുന്ന വശമൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട്, TV ഇരിക്കണ ആ സർഫസ് നമ്മൾ ക്ലീൻ ചെയ്യൂലല്ലോ, അതിൻ്റെ പുറമൊക്കെയല്ലേ ക്ലീൻ ചെയ്യുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ജൂഡ്സൺ പുതിയത് എടുത്ത് വെച്ച് കണക്ട് ചെയ്ത് സെറ്റോ ബോക്സിലെത്തേയും കൊടുത്ത് പവറും കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ടും TV ഓൺ ആവണില്ല കേട്ടോ. എന്തൊക്കെ ചെയ്തിട്ടും TV ഓൺ ആവണില്ല. അപ്പോൾ ജൂഡ്സിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോനെ വിളിച്ചിട്ട് ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു പയ്യനാണ്. അപ്പോൾ അവനോട് പറഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതി വിളിച്ചപ്പോഴേക്കും അവൻ്റെ ജോലി സ്ഥലത്തേക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ട കാര്യം ഉണ്ടായതുകൊണ്ട് വരാൻ പറ്റിയില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കും വേണ്ടല്ല, ടെക്നീഷ്യൻ വിളിച്ചേക്കണം ഇങ്ങോട്ട്. റിലയൻസിൽ നിന്നാണ്, നിങ്ങളൊരു NVYയുടെ TV വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് കണക്ട് ചെയ്യാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞു. ഞങ്ങൾ ആകെ അയ്യടാന്നായിപ്പോയി. സത്യം പറഞ്ഞാൽ ഓഫർ കിട്ടിയപ്പോൾ അങ്ങനെ വാങ്ങിയെന്നുള്ളൂ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അന്വേഷിച്ചു പോലുമില്ല. അങ്ങനെ വളരെ സന്തോഷത്തിലിരിക്കുമ്പം ടെക്നീഷ്യൻ വന്നു കഴിഞ്ഞപ്പോൾ വേറൊരു രസകരമായ കാര്യം, പുള്ളിക്കാരൻ ഇങ്ങോട്ട് വഴിയൊക്കെ ചോദിക്കണ കേട്ടപ്പോഴേക്കും നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലുള്ള ആളാണെന്നുള്ള ഒരു തോന്നൽ വന്നിട്ട് ജൂഡ്സൺ ചോദിച്ച് എവിടെയാണ് വീടെന്ന് ചോദിച്ചപ്പോൾ തോപ്പുംപടിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ തോപ്പുംപടിയിലാണ് ഇന്ന ഏരിയ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാൻ ജൂഡ്സനെ കളിയാക്കിയിട്ടാ, ഇനി പറഞ്ഞു വരുമ്പോഴേക്കും നമ്മുടെ ബന്ധുവാകുമെന്നു പറഞ്ഞു വന്നപ്പോൾ അതുപോലെ തന്നെയായി. വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോഴേക്കും അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാ. അങ്ങനെ അതിൻ്റെ ഫോണിൽ നിന്ന് തന്നെ നെറ്റ് കണക്ട് ചെയ്ത് യൂട്യൂബ് എടുത്തപ്പോൾ കണ്ട ഒരു സന്തോഷം, പൊന്നൂനും എനിക്കും എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങളും സ്മാർട്ടായേ.